ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. മലയാളത്തിൻ്റെ ലെജൻഡറി എഴുത്തുകാരിൽ ഒരാളായ ലോഹിതദാസ്, തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാനായിട്ട് വന്ന ആ ഒരു വഴിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. വർഷം 1987 ഏപ്രിൽ 13. പിറ്റേ ദിവസം വിഷുവാണ്. സംവിധായകൻ സിബി മലയിലിൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട്. 2 പുതിയ ചെറുപ്പക്കാരെ പറഞ്ഞ ഒരു കഥയാണ്. അതായത് മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കഥ. ഈ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്ന സാധാരണ മനുഷ്യനാണ് ഇതിലെ നായകൻ. പക്ഷേ ചെറുപ്പക്കാർ പറഞ്ഞ കഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇടിച്ചു നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു മുരിങ്ങൂരുകാരനെയും കൊണ്ട് സിബി മലയിൽ എറണാകുളത്തേക്ക് പോകുന്നത്. ആള് നല്ലൊരു കലാകാരനാണെന്ന് സിബിക്കറിയാം. നന്നായി കഥ പറയാനും എഴുതാനും കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സിബിയുടെ കയ്യിൽ കഥയില്ലാത്തതുകൊണ്ട് സിബിക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സിനിമ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് രാത്രി തന്നെ തൻ്റെ കയ്യിലുള്ള കഥ ആ സുഹൃത്തിനോട് പങ്കുവച്ചു. പക്ഷേ കേട്ട മാത്രയിൽ അയാൾ പറഞ്ഞു, ഇത് പോരാ, എനിക്കിത് ഡെവലപ്പ് ചെയ്യാനാകുന്നില്ല. എനിക്കറിയാവുന്നൊരു കഥയുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ നിർമ്മാതാവ് നന്ദകുമാർ സിബി മലയിലിനൊപ്പം താമസിക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം. ആർട്ടിസ്റ്റുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ആ കയ്യിലുള്ള കഥ വെച്ചിട്ടാണ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഈ സുഹൃത്തിനെ കൂടെ കൂട്ടിയത്. ഇദ്ദേഹം അത്യാവശ്യം എഴുതാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഇയാളെ കൂടെ കൂട്ടിയത്. ഓക്കെ, ഇയാൾ വന്ന പാടെ ഇയാളിൽ നിന്ന് ഒരു മറുപടി നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. സിബി അയാളിൽ നിന്ന് എന്താണ് ഉത്തരം കിട്ടുക എന്നുള്ളത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആൾ പറയുന്നു, ഏതായാലും ഇന്ന് ഞാൻ ഉറങ്ങട്ടെ, നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. സുഹൃത്ത് ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയ സിബി മലയിലെ അത് സമ്മതിച്ചു. അതുപോലെ തന്നെ നന്ദകുമാറിന് രാത്രി ശബരിമലയിൽ പോകണം, രാവിലെ തൊഴേണ്ടതാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ആൾ പോവാണ്. വിഷു പുലരിയിലെ എല്ലാം ശരിയാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സിബി മലയിലെ ഉറക്കമായി. വിഷു ദിവസം ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലാമെന്നാണ് സിബി മലയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ സിബി അതിരാവിലെ എഴുന്നേറ്റ്, സുഹൃത്ത് അപ്പോഴും ഉറക്കം തന്നെയാണ്. 10 മണിയോടെ ബാലചന്ദ്രൻ സിബി മലയിലിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സിബി മലയിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ സിബി മലയിൽ തൻ്റെ അടുത്തുള്ള കൂട്ടുകാരനെയും ക്ഷണിച്ചു, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. പക്ഷേ ആളത് ആ ക്ഷണം നിരസിച്ചു. ഞാനൊന്ന് കിടന്നോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സിബി ബാലേന്ദ്രൻ ചുള്ളിക്കാടിനൊപ്പം പോയി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 4 മണിക്കാണ് തിരികെ എത്തിയത്. അപ്പോഴും സുഹൃത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ്, കുളിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല. കഥ കിട്ടിക്കാണില്ലെന്ന് തന്നെ സിബി കരുതി. ഒന്ന് നടന്നാലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൂട്ടുകാരൻ സമ്മതിച്ചു. അങ്ങനെ ഹോട്ടലിൽ നിന്നിറങ്ങി സുഭാഷ് പാർക്കിലേക്ക് നടന്നു. അവിടെ കായലിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നു. പരസ്പരം ഒന്നും സംസാരിച്ചിട്ടില്ല, ഇരിക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം തിരികെ നടക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഞാനൊരു കഥ പറയട്ടെ. ഇത് ഇയാളിൽ നിന്ന് എപ്പോൾ കേൾക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന സിബിക്ക് ഇത് ഭയങ്കരമായിട്ടൊരു ആവേശമായി തോന്നി. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് പറയൂ എന്നുള്ള രീതിയിൽ സിബി സുഹൃത്തിനെ നോക്കിയിട്ട് ആംഗ്യം കാണിച്ചു. അങ്ങനെ കൂട്ടുകാരൻ കഥ പറഞ്ഞു.
സുഭാഷ് പാർക്കിൽ നിന്നും ഹോട്ടലിൽ എത്തുന്നതിന് മുൻപ് തന്നെ കഥ പറഞ്ഞു തീർത്തു. ഉഗ്രൻ സാധനം. ഇതാണ് കഥയെന്ന് അവർ തീരുമാനിച്ചു. ഇതിനിടയിൽ നന്ദകുമാർ മടങ്ങിയെത്തി. നന്ദകുമാർ കൂട്ടുകാരനെ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ 1987 ഏപ്രിൽ 14 സിബി മലയിലിൻ്റെ കൈ പിടിച്ച് ലോഹിതദാസ് മലയാള സിനിമയുടെ പൂമുഖത്തേക്ക് വന്നു. സിനിമ തനിയാവർത്തനം. മമ്മൂട്ടിയായിരുന്നു നായകൻ. മറ്റൊരു അമ്മഭാവം മലയാളിയുടെ നെഞ്ചിനെ കൊളുത്തി വലിച്ചിട്ടുണ്ട് തനിയാവർത്തനത്തിലെ ബാലൻ മാഷിൻ്റെ അമ്മ. അത്രമേൽ ജീവനുണ്ടായിരുന്നു ആ അമ്മഭാവത്തിന്. എക്കാലത്തെയും ഏറ്റവും ശക്തമായ സിനിമകളിൽ ഒന്നായി പറയപ്പെടുന്ന തനിയാവർത്തനം. അത് കൈകാര്യം ചെയ്ത വിഷയത്തിൻ്റെ പേരിലും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. പാരമ്പര്യത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും കുരുക്കിൽ സമൂഹം ഭ്രാന്തനാക്കി മാറ്റുന്ന ബാലൻ മാഷിൻ്റെ നിസ്സഹായതയോടൊപ്പം മകനെ ഓർത്ത് നിശബ്ദം വേദനിക്കുന്ന കവീർ പൊന്നമ്മ, വാത്സല്യനിധിയായ അമ്മയെ മറക്കാനാകില്ല. ഇനിയും ജീവിക്കണോ നിനക്ക് എന്ന് ഈ അമ്മ മകനോട് ചോദിക്കുമ്പോൾ പിടയാത്ത ഹൃദയങ്ങളുണ്ടാകില്ല. നിസ്സഹായതയുടെയും കണ്ണീരിൻ്റെയും ഉപ്പും വിഷവും സമം ചേർത്ത് അമ്മ മകനെ അവസാനത്തെ ചോറുരുള വാരിക്കൊടുക്കുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം കവീർ പൊന്നമ്മ എന്ന നടിയും തിരശീലയിൽ അടയാളപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ബാലൻ മാഷായി മാറിയ മമ്മൂട്ടി എന്ന നടൻ്റെ കണ്ണിൽ തിരിച്ചറിവിൻ്റെ ഒരു തിളക്കമുണ്ടായിരുന്നു. അമ്മ തനിക്ക് വിഷം കലർത്തിയ ചോറ് നൽകിക്കൊണ്ട് എന്നേക്കുമായി ഭ്രാന്തമായ ഈ ലോകത്തിൻ്റെ ദുരിതത്തിൽ നിന്നും വിടുവിക്കുകയാണ് എന്ന തിരിച്ചറിവ് ആ കണ്ണുകളിൽ കാണാമായിരുന്നു. കൊച്ചു കുഞ്ഞിനെ പോലെ ഇത്ര നിഷ്കളങ്കമായ മുഖഭാവത്തിൽ മറ്റൊരു ചിത്രത്തിലും മമ്മൂട്ടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ലോഹിതദാസിൻ്റെ ആദ്യ ആ തിരക്കഥയ്ക്ക് വേണ്ടിയായിരുന്നു ലോഹിതദാസ് ആ രാത്രി മുഴുവൻ ഉറങ്ങിയതും പിറ്റേ ദിവസം ഉച്ച തിരിയുന്നത് വരെ ഉറങ്ങിയതും. മമ്മൂട്ടി, തിലകൻ, കവീർ പൊന്നമ്മ എന്നിവരുൾപ്പെട്ടവരുടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങളും തനിയാവർത്തനവും ബാലൻ മാഷും നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ലോഹിതദാസ് അവിടം കൊണ്ട് നിർത്തിയില്ല. തുടർന്നങ്ങോട്ട് ഒരു കത്തിക്കയറലായിരുന്നു. പണ്ട് മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ള ഒരു ചേരി തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തു വയ്ക്കുന്ന സിനിമകൾ, ഇപ്പം ഞാൻ മമ്മൂട്ടിയുടെ ഭാഗത്താണ്, ഒരാൾ മോഹൻലാലിൻ്റെ ഭാഗത്താണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മോഹൻലാലിൻ്റെ ഭാഗത്താണെങ്കിൽ, നീ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ തന്നെയാണ് മമ്മൂക്കയേക്കാൾ മികച്ച നടൻ. അല്ലെങ്കിൽ മമ്മൂട്ടി ലാലേട്ടൻ ചെയ്തതുപോലെ കിരീടം ഒന്ന് ചെയ്യട്ടെ, വേണ്ട ഭരതം, അതുമല്ലെങ്കിൽ ദശരഥം, അതിനും പറ്റിയില്ലെങ്കിൽ ഹിസൈനസ് അബ്ദുള്ള, അതും പോട്ടെ, കമലദളം പറ്റുമോ, സ്വപ്നം കാണാൻ പറ്റുമോ? കുട്ടിക്കാലത്തെ ക്ലാസ് മുറികളെ അലങ്കരിച്ചിരുന്ന മമ്മൂട്ടി ലാൽ ഫാൻ ഫൈറ്റിനിടെ ലാലേട്ടൻ ഫാനായ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഓരോന്നായിട്ട് ഇക്ക ഫാനായ സുഹൃത്തിന് നേരെ വീശുകയായിരുന്നു. ഒരൽപ്പം പോലും ചിന്തയുടെ ആവശ്യമില്ലാതെ അവൻ മറു ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങും. ബ്രോ, മൃഗയ, തനിയാവർത്തനം, അമരം, കൗരവർ, ഭൂതക്കണ്ണാടി, പാതേയം, വാത്സല്യം, ഇതിൻ്റെ മുകളിൽ വെക്കടാ ഒരു പടം. ലാൽ ചെയ്യാൻ പറ്റുമോ? അന്ന് ഞാൻ സിനിമ കാണൽ നിർത്തും തുടങ്ങിയ വെല്ലുവിളികൾ, ഫാൻ ഫൈറ്റുകൾ. മാസല്ല അവിടെ, കഥയാണ് താരം. ഡാൻസിലേക്കും കോമഡിയിലേക്കും റൊമാൻസിലേക്കും എല്ലാം മാറി മാറി കൊണ്ടും കൊടുത്തും മുന്നേറിക്കൊണ്ടിരുന്ന ആ കുട്ടിക്കാലം ഇന്ന് വർഷങ്ങൾക്കിപ്പുറവും പുതുതലമുറ ആവശ്യത്തോടെ അതേ ടോപ്പിക്ക് മമ്മൂട്ടി ലാൽ ചർച്ചാ വിഷയം ആയെടുക്കുമ്പോൾ കളക്ഷൻ റെക്കോർഡുകളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ചർച്ചകളിൽ ഒരുപക്ഷെ പുലിമുരുകനും ലൂസിഫറും ദൃശ്യവും ഗ്രേറ്റ് ഫാദറും മധുരരാജയെല്ലാം കടന്നു വന്നേക്കാം. എന്നാൽ ചർച്ച അഭിനയം എന്നതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പറഞ്ഞ പേരുകളെല്ലാം മറയും. പിന്നെ ഓർമ്മകളിൽ വാറുണ്ണി, അച്ചുട്ടി, കല്ലൂർ ഗോപിനാഥൻ, രാജീവ് മേനോൻ, സേതുമാധവൻ, രാഘവൻ നായർ, ആൻ്റണി, ഇതൊക്കെ മാത്രമാകും. എല്ലാ കഥാപാത്രങ്ങളും വിരിഞ്ഞത് ഒരേ ഹൃദയത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട AK ലോഹിയേട്ടൻ്റെ തൂലികയിൽ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത ഇത്രയും വികാരഭരിതമായി അവതരിപ്പിച്ച വേറൊരു എഴുത്തുകാരൻ ഇനിയും പിറക്കേണ്ടിയിരിക്കുന്നു. ഫഹദിനെ ഒരു തെരുവിൽ ജീവിതം നഷ്ടപ്പെട്ട സേതുമാധവൻ്റെ പോലൊരു വേഷം,
പൃഥ്വിരാജിന് ആണത്തം പണയം വയ്ക്കാത്ത ആൻ്റണിയെ പോലൊരു വേഷം, ദുൽഖറിന് പരുക്കനായ ലോറി ഡ്രൈവർ ചന്ദ്രുവിൻ്റേത് പോലൊരു വേഷം, നിവിന് രാജീവ് മേനോൻ്റേത് പോലുള്ള ഒരു വേഷം, ആസിഫിന് പാരമ്പര്യമായി ഭ്രാന്ത് പകർന്നു കിട്ടുന്ന ബാലൻ മാഷിൻ്റേത് പോലൊരു വേഷം, ജയസൂര്യയ്ക്ക് 1000 സങ്കടക്കടൽ ചങ്കിലൊളിപ്പിച്ച പാട്ടുകാരൻ കല്ലൂർ ഗോപിനാഥനെ പോലൊരു വേഷം. അങ്ങനെ ഇനി ഒരിക്കലും മുളയ്ക്കാത്ത അതിമനോഹരമായ കുറേയേറെ സ്വപ്നങ്ങളുടെ വിത്തുകൾ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് പാകിയിട്ട് മലയാള സിനിമ കണ്ട കഥകളുടെ കർഷകൻ പതിയെ മാഞ്ഞുപോയി. ഇപ്പോൾ ലോഹിതദാസ് കഥാപാത്രങ്ങളെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. പൊതുവഴിയിലൂടെ ലോഹിതദാസ് നടന്നു പോകുന്നു. അപ്രതീക്ഷിതമായ മഴ പെയ്തപ്പോൾ നനയാതിരിക്കുവാൻ ഒരു വാച്ച് റിപ്പയറിംഗ് കടയുടെ സൈഡിൽ കയറി നിന്നപ്പോൾ വാച്ച് റിപ്പയർ ചെയ്യുന്നയാൾ കണ്ണിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ലെൻസ് ഊരാതെ തന്നെ ലോഹി സാർ സുഖമാണോ, ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടോ എന്നൊക്കെ കുശലം ചോദിക്കുന്നത് അയാളിൽ എന്തിനേയും ഏതിനേയും വളരെ വലുതായി പെരുപ്പിച്ച് കാണുന്ന ഒരാളുടെ കഥയുണ്ട് എന്ന് മനസ്സിലാക്കി ഭൂതക്കണ്ണാടി പോലുള്ളൊരു സിനിമ എഴുതുവാൻ തക്ക നിരീക്ഷണ പാഠവും പ്രതിഭയും ഉള്ളൊരാൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.